നമസ്കാരം, ഇത് IBN മലയാളം. റോഡുകളിലെ വാഹനാപകടങ്ങളിൽ ഗുരുതരമായോ അതീവ ഗുരുതരമായോ പരിക്കേൽക്കുന്നവർക്ക് പണമടയ്ക്കാതെ 1.5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ ലഭിക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കിയതായി കേന്ദ്ര ഗതാഗത മന്ത്രാലയം. റോഡ് അപകടത്തിൽപ്പെടുന്ന ആർക്കും മികച്ച ചികിത്സ ലഭ്യമാക്കാൻ സഹായകരമാവുമെന്ന് പ്രതീക്ഷിക്കുന്ന പദ്ധതി ദേശീയ ആരോഗ്യ അതോറിറ്റിയുമായി സഹകരിച്ചാണ് നടപ്പാക്കുന്നതെന്നും ഗതാഗത മന്ത്രാലയം ലോക്സഭയെ അറിയിച്ചു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ആരോഗ്യ പദ്ധതിയിൽ എംപാനൽ ചെയ്ത ആശുപത്രികളിലാണ് ഒരാഴ്ചത്തെ ചികിത്സ ലഭ്യമാക്കുക. രാജ്യത്തെ ഏത് റോഡിലുണ്ടാകുന്ന അപകടത്തിൽപ്പെടുന്നവരും ഇതിന് അർഹരാണ്. ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന തുക അതാത് മോട്ടോർ വാഹന അപകട ഫണ്ടിൽ നിന്ന് ആശുപത്രികൾക്ക് നൽകും. ഈ വർഷം മെയിൽ പ്രഖ്യാപിച്ച പദ്ധതി ചണ്ഡീഗഡിലും ആസാമിലും ആദ്യഘട്ടമെന്ന നിലയിൽ നടപ്പിലാക്കി. മറ്റിടങ്ങളിൽ പദ്ധതി എപ്പോൾ നടപ്പാക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടില്ല. ദേശീയ ആരോഗ്യ അതോറിറ്റി, പോലീസ്, എംപാനൽ ചെയ്ത ആശുപത്രികൾ, സംസ്ഥാന ആരോഗ്യ വകുപ്പ്, നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻറ്റർ, ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ എന്നിവയും പദ്ധതിയിൽ പങ്കാളികളാവും. ABPIYയിൽ എംപാനൽ ചെയ്ത ആശുപത്രികൾ സമീപത്തുണ്ടെങ്കിൽ വാഹന അപകടങ്ങളിലെ ഇരകൾക്ക് താമസം കൂടാതെ മികച്ച ചികിത്സ ലഭ്യമാക്കാൻ പദ്ധതി സഹായകരമാവും. ആശുപത്രികളിൽ ബില്ലടയ്ക്കുന്നതടക്കമുള്ള നൂലാമാലകൾ അപകടങ്ങളിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നവർക്ക് ചികിത്സ നിഷേധിക്കപ്പെടാനോ വൈകാനോ ഇടയാക്കുന്നതായി വ്യാപകമായി പരാതിയുണ്ട്. ഇത് പരിഹരിക്കുന്നതിൻ്റെ ആദ്യപടിയായി 2022 76 കോടി രൂപ സഞ്ചിത ധനവുമായി കേന്ദ്ര സർക്കാർ മോട്ടോർ വാഹന ആക്സിഡൻറ്റ് ഫണ്ട് ട്രസ്റ്റ് രൂപീകരിച്ചിരുന്നു. പദ്ധതിക്ക് പണം കണ്ടെത്താൻ വാഹന ഇൻഷുറൻസ് കമ്പനികളുടെ സഹായവും ഗതാഗത മന്ത്രാലയം തേടിയിട്ടുണ്ട്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് തുകയുടെ 2.97% മോട്ടോർ വാഹന അപകട ഫണ്ടിലേക്ക് മാറ്റണമെന്നാണ് മന്ത്രാലയത്തിൻ്റെ ആവശ്യം. അപകടത്തിൽപ്പെട്ട് ആരും തിരിഞ്ഞു നോക്കാത്ത കേസുകളിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ നിലവിൽ നൽകുന്നുണ്ട്. അതേസമയം ആശുപത്രി പണമടയ്ക്കാതെ തന്നെ ഇരകൾക്ക് അടിയന്തര ചികിത്സ നൽകാൻ പദ്ധതിയൊന്നും ഉണ്ടായിരുന്നില്ല. 2022 രാജ്യത്ത് 4.61 ലക്ഷം വാഹനാപകടങ്ങളിൽ 1.69 ലക്ഷം പേർ മരിച്ചതായും 4.43 ലക്ഷം പേർക്ക് പരിക്കേറ്റതായുമാണ് കണക്കുകൾ. ന്യൂസ് ഡെസ്ക് IBN മലയാളം.